നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്കുടനെ റെസിപ്പി കാണാം. ചിക്കൻ കൊണ്ടാട്ടത്തിനായിട്ട് 1/2 കിലോ ചിക്കൻ മീഡിയം പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ബോൺലെസ് പീസുകളും കുറച്ച് ബോണുള്ള പീസും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കഴിയുന്നതും ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് ആദ്യത്തെ 2-3 മിനിറ്റ് ഫ്ലെയിം ഒന്നും മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതേ ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് 2-3 മിനിറ്റ് കൂടി എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ഒന്ന് സോഫ്റ്റായി ഫ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽ മുളകും 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. 25 വലിയ ചെറുള്ളികളാണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്താലും മതിയാവും. എന്നാലും കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ചെറുള്ളി ആയിരിക്കും. ചെറുള്ളി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 4-5 മിനിറ്റ് കൈയെടുക്കാൻ നന്നായി ഇളക്കി ചെറുള്ളിയുടെ കളർ മാറി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 5 വറ്റൽമുളകാണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് ചേർത്തിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വറ്റൽമുളക് നന്നായി വഴറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളാണ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായിട്ട് 1-2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ് മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വലിയ പഴുത്തൊരു തക്കാളി വേവിച്ച് തൊലി കളഞ്ഞ് പേസ്റ്റ് പോലെ അരച്ച് ചേർത്താലും മതിയാവും. അങ്ങനെ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ സോസിൻ്റെ ഇതുപോലെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസും വെള്ളവും ചേർന്ന് മിക്സ് ചേർത്തിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊന്ന് വറ്റി ഗ്രേവി ഒന്ന് കുറുതായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയും സോസും എല്ലാം ചിക്കൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ അകത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കനിലേക്ക് മസാലയെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് പൊറോട്ടയുടെയോ നെയ്ച്ചോറിൻ്റെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണ്ടവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.